പ്രിയ വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ ജിയോളജിയിലെ രണ്ടാം പാഠഭാഗമായ ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്തിലെ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളെല്ലാവരും പഠിച്ചതാണിത്. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട് നമുക്ക് വിവരം എങ്ങനെയാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ പറ്റുന്ന ദൂരം ഒരു മാക്സിമം ഒരു 10 കിലോമീറ്റർ വരെയുള്ളൂ. വലിയ വലിയ ഖനികളൊക്കെ നമുക്ക് മാക്സിമം 10 കിലോമീറ്റർ വരെയൊക്കെ ഉള്ളൂ. പക്ഷേ ഭൂമിയുടെ ഉള്ളറ എന്ന് വെച്ചാൽ ഭൂമിയുടെ അറ്റം 6357-67 കിലോമീറ്ററോളം റേഡിയസ് ഉണ്ട് അതിന്. അപ്പം അത്രയും ഉള്ളിലേക്കുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെ ലഭിക്കും? നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്നത് സീസ്മിക് വേവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ എർത്ത് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന തരംഗങ്ങളാണ് സീസ്മിക് വേവ്സ്. ഈ സീസ്മിക് വേവ്സ് ഭൂമിക്കുള്ളിലൂടെ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തർഭാഗത്തു കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന വസ്തുക്കളെക്കുറിച്ചിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നു. അപ്പോൾ സീസ്മിക് സ്റ്റഡിയിൽ നിന്നാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകുന്നത്. 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലും ഫിസിക്കൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലും ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ നമുക്ക് വിശദീകരിക്കാം. കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലും ഫിസിക്കൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലും ഇന്റീരിയർ ഓഫ് ദ എർത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. എങ്ങനെയാണ് കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ വിശദീകരിക്കുന്നത്? ഭൂമിയുടെ ഉള്ളറയെ കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിക്കാം. 1 ക്രസ്റ്റ്, 2 മാൻറ്റിൽ, 3 കോർ. എന്താണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഭൂവൽക്കം, ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം, അന്തരീക്ഷത്തിന് തൊട്ട് താഴെയുള്ള ഭാഗം, നമ്മളൊക്കെ താമസിക്കുന്ന ഭാഗം, ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക് റോക്സ് ഒക്കെ ഉള്ള സ്ഥലം, ശിലകളാൽ നിർമ്മിതമായ സ്ഥലം, സെഡിമെൻ്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്. അതായത് ഇഗ്നിയസ് റോക്ക് ആഗ്നേയശില, സെഡിമെൻ്ററി റോക്ക് കായാന്തരശില. ഈ ശിലകളൊക്കെ ഉള്ള ഏറ്റവും മുകൾ ഭാഗം, അതിൻ്റെ തിക്നെസ് കടൽ ഭാഗത്ത് 5 മുതൽ ഏകദേശം 10 കിലോമീറ്റർ വരെ വരും. ചില സ്ഥലങ്ങളിൽ കോണ്ടിനെൻ്റുള്ള ഭാഗം, വൻകരയുള്ള ഭാഗത്ത് ഏകദേശം 35 കിലോമീറ്ററോളം കനം വരും. അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ് ഉള്ള സ്ഥലങ്ങൾ ഏകദേശം 70-ലേറെ കിലോമീറ്റർ തിക്നെസ് ഉള്ള മേഖലയാണ് ക്രസ്റ്റ്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 5 മുതൽ 10 വരെ, അല്ലെങ്കിൽ 35 കിലോമീറ്റർ വരെ, അല്ലെങ്കിൽ 70, മാക്സിമം ഒരു 100 കിലോമീറ്റർ വരെ കനം വരുന്ന ഭാഗമാണ് നമുക്ക് ക്രസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഓഷ്യൻ ഭാഗത്ത്, കടലിലുള്ള ഭാഗത്ത് 5 മുതൽ 10 വരെ, കോണ്ടിനെൻ്റുള്ള ഭാഗത്ത് 35 കിലോമീറ്റർ. അതേസമയം മൗണ്ടെയ്ൻസ് ഉള്ള സ്ഥലങ്ങളിൽ 70 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന മേഖലയാണ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റിനെയും മാൻറ്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഡിസ്കണ്ടിന്യൂവിറ്റിയാണ്. ഒരു സീസ്മിക് ഡിസ്കണ്ടിന്യൂവിറ്റി ഉണ്ട്. സീസ്മിക് ഡിസ്കണ്ടിന്യൂവിറ്റിയാണ് മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂവിറ്റി. ക്രസ്റ്റിനെയും, അതായത് സീസ്മിക് വേവ്സ് ഭൂമിയുടെ അടിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ക്രസ്റ്റിൽ ഒരു പ്രത്യേക സ്പീഡിലാവും. അത് കഴിഞ്ഞ് മാൻറ്റിലേക്ക് എത്തുമ്പോൾ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ക്രസ്റ്റിൽ നിന്നും എന്തോ ചില വ്യത്യാസങ്ങളുണ്ട് മാൻറ്റിലിലെ കെമിസ്ട്രി, മാൻറ്റിലിലെ രാസപദാർത്ഥങ്ങൾ. ആ ഒരു നേർത്ത, ആ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ്, വരമ്പിനെ വിളിക്കുന്ന പേരാണ് മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂവിറ്റി, മോഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയും. ഈ ക്രസ്റ്റിനെ പ്രധാനമായി 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് കോണ്ടിനെന്റിലുള്ള ഭാഗം, വൻകരയുള്ള ഭാഗത്തെ
കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് വിളിക്കാം. അത് സിയാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിയാലിൽ സിലിക്കണും അലുമിനിയവും അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്, ലോവർ ഡെൻസിറ്റിയാണ്, 2 ഒക്കെ ഉണ്ടാവും അതിൻ്റെ. അത് ഗ്രാനൈറ്റിക് ലെയറാന്ന് പറയാം. എന്ന് വെച്ചാൽ അതിലുള്ള കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റിക് റോക്കുകളാണ്. കോട്സും ഫെൽസ്പാറും ഒക്കെ അടങ്ങിയിട്ടുള്ള റോക്കുകളാണ് അതിലുണ്ടാവുക. അങ്ങനത്തെ റോക്കുകളാണ് ഗ്രാനൈറ്റിക് റോക്സ്. മറ്റൊരു രൂപം ഓഷ്യാനിക് ക്രസ്റ്റാണ്, കടൽ തറാഭാഗം. മറ്റൊന്ന് വൻകരാഭാഗം, അതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, അതാണ് സിയാൽ, അതാണ് ലോവർ ഡെൻസിറ്റി, അതാണ് ഗ്രാനൈറ്റിക് ലെയർ. മറ്റൊന്ന് ഓഷ്യാനിക് ക്രസ്റ്റ്, അതിനെ വിളിക്കുന്ന പേര് സിമ. അത് സിയാലിനേക്കാൾ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലാണ്. അതിലെ കോമ്പോസിഷൻ ബസാൾട്ടാണ്, ബസാൾട്ടിക് ലെയറാണ്. പൈറോക്സിനൊക്കെ അതിലുണ്ടാവുക, ഫെൽസ്പാറും പൈറോക്സിനുമാണ് അതിലുണ്ടാവുക. എന്നാൽ ഈ സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന ചെറിയൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ചെറിയ ഡിസ്കണ്ടിന്യൂറ്റി പറയാൻ നേരത്തെ ഡിസ്കണ്ടിന്യൂറ്റി. സിയാൽ എന്ന് പറഞ്ഞ സിലിക്കൽ അലുമിനിയമാണ്, ഗ്രാനൈറ്റിക് ലെയറാണ്. സിമ ബസാൾട്ടിക് ലെയറാണ്, സ്വല്പം ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ സീസ്മിക് വേവ് സഞ്ചരിക്കുമ്പോൾ സിയാലിൽ നിന്നും സിമയിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് ഉള്ള ആ വരമ്പിനെ പറഞ്ഞ പേരാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ സിയാലിനെയും സിമയെയും ഒക്കെ ഡിവിഷൻ നടത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് സുസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പം ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഇതിന് രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു, സിയാൽ ആൻഡ് സിമ. ഇത് വിശദീകരിച്ചത് എഡ്വേർഡ് സുസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്ന് വിളിക്കുന്നു. സിയാലിൽ സിലിക്കണും അലുമിനിയവുമാണ്, അത് ലോ ഡെൻസിറ്റിയാണ്, അത് ഗ്രാനൈറ്റിക് ലെയറാണ്. അടുത്തത് ഓഷ്യാനിക് ക്രസ്റ്റാണ്, സിമയാണ്, സിലിക്കണും മെഗ്നീഷ്യമാണ്, സിയാലിനേക്കാൾ ഹയർ ഡെൻസിറ്റിയാണ്, ബസാൾട്ടിക് ലെയറാണ്. ഈ രണ്ട് ലെയറുകളെ തമ്മിൽ വേർതിരിക്കുന്ന വരമ്പിനെ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു. ഈ ക്രസ്റ്റിനെ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയെ വിളിക്കുന്ന പേരാണ് മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ 2 ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞു. ഒന്ന് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, മറ്റൊന്ന് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. മോഹോ ക്രസ്റ്റിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന വരമ്പ്. കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന വരമ്പ്. അടുത്തത് മാൻഡിലാണ്. രാസഘടനയുടെ അടിസ്ഥാനത്തിൽ ക്രസ്റ്റിനെക്കാട്ടിലും വ്യത്യാസമുള്ള കോമ്പോസിഷനുള്ള മേഖലയാണ് മാൻഡിൽ. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ലാർജസ്റ്റ് എർത്ത് പോർഷനാണെന്ന് പറയാം. കെമിക്കൽ ലെയറാണിത്. ലാർജസ്റ്റ് എർത്ത് കെമിക്കൽ ലെയറാണ്. അതിൻ്റെ വോള്യൂം ഏകദേശം 83% വരും. മാസ് ഏകദേശം 68% വരും. ഇപ്പോൾ ഭൂമിയുടെ മാസിൻ്റെ 68%വും വോള്യത്തിൻ്റെ 83% വരുന്ന അതിബൃഹത്തായ ഒരു മേഖലയാണ് മാൻഡിൽ. ഇതിൽ പ്രധാനമായിട്ടുള്ള കോമ്പോസിഷൻ അൾട്രാമാഫിക് കോമ്പോസിഷനാണ്. അൾട്രാമാഫിക് റോക്സ് ആണ്. അതായത് അയേൺ, മെഗ്നീഷ്യം റോക്കുകളായിരിക്കും അതിൽ കൂടുതലുണ്ടാവുക. അയേണിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും അളവ് കൂടുതലാണ്. മാൻഡിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പിനെ പറഞ്ഞ പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ഗുട്ടൻബർഗ് വിസ്ചർട്ട് ഡിസ്കണ്ടിന്യൂറ്റി, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാലും മതി. മാൻഡിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പിനെ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു. ക്രസ്റ്റിന് താഴെ കാണുന്ന ഭാഗമാണ് അൾട്രാമാഫിക് കോമ്പോസിഷനാണ് അതിലുള്ളത്. അയേണും മെഗ്നീഷ്യമാണുള്ളത്. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. വോള്യൂം 83%വും മാസ് 68%വും ഉള്ള ഭാഗമാണിത്. നമ്മുടെ ആകെ വോള്യത്തിൻ്റെ 83%വും ആകെ മാസിൻ്റെ 68%വും ഈ മാൻറ്റിൽ എന്ന് പറയുന്ന ഭാഗത്താണുള്ളത്. അടുത്തതായിട്ട് താഴെ കാണുന്ന ഭാഗമാണ് കോർ. മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ആണ്, ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ആണ്.
ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ ശേഷമുള്ള ഭാഗമാണ്. 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്. മോസ്റ്റ്ലി അയൺ നിക്കൽ, ഇതിൽ പ്രധാനമായിട്ടും അയണും നിക്കലുമാണ് ഇതിലുള്ളത്. 17% വോള്യം 17% ആണ്. മാസ് 34% ആണ്. പ്രഷറും ടെമ്പറേച്ചറും ഏകദേശം 6000 ഡിഗ്രി സി വരെ വ്യാപിച്ചു കിടക്കുന്നു. പ്രഷറും ടെമ്പറേച്ചറും 6000 ഡിഗ്രി സി വരെ എത്തുന്ന അവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത് കോറിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്നിടത്തോളം പ്രഷറും ടെമ്പറേച്ചറും വർദ്ധിച്ചു വരുന്നുണ്ട്. അതനുസരിച്ച് വസ്തുക്കൾക്ക് രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ട്. ഇപ്പോൾ ക്രസ്റ്റിൽ കാണുന്ന അയൺ ആയിരിക്കില്ല, അയണിൻ്റെ രൂപമായിരിക്കില്ല മാൻഡിൽ കാണുന്നത്. മാൻഡിൽ കാണുന്ന അയണിൻ്റെ രൂപമായിരിക്കില്ല, അതിൻ്റെ സ്വഭാവമായിരിക്കില്ല പിന്നെ കോറിൽ കാണുന്നത്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഈ പ്രഷറിനും ടെമ്പറേച്ചറിനെയും നമ്മൾ നിരീക്ഷിക്കാൻ. 6000 ഡിഗ്രി സി വരെ എത്താവുന്നതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ലെയറാണ് ഫിസിക്കൽ ലെയേഴ്സ് ഓഫ് ദ എർത്ത്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കെമിക്കൽ ലെയേഴ്സിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ ചിത്രവും നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കെമിക്കൽ ലെയേഴ്സിൻ്റെ ചിത്രത്തിൽ വരുന്നതാണ് ഒരു പിന്നെ ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഫിസിക്കൽ ലെയേഴ്സിൻ്റെ ചിത്രത്തിൽ വരുന്നതാണ് ലിത്തോസ്ഫിയർ ആണ് ഏറ്റവും മുകളിലുള്ള ഭാഗം, പിന്നെ അസ്തനോസ്ഫിയർ, അതിന് താഴെ അപ്പർ മീസോസ്ഫിയർ, ലോവർ മീസോസ്ഫിയർ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഫിസിക്കൽ ലെയറിൻ്റെ അടിസ്ഥാനത്തിൽ, ഫിസിക്കൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ, ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, എങ്ങനെയാണ് കാണപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റീരിയർ ഓഫ് ദ എർത്തിനെ പ്രധാനമായിട്ടും 6 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള ഭാഗം ലിത്തോസ്ഫിയർ, തൊട്ടു താഴെ അസ്തനോസ്ഫിയർ, അതിന് താഴെ അപ്പർ മീസോസ്ഫിയർ, അതിന് താഴെ ലോവർ മീസോസ്ഫിയർ, അതിന് താഴെ ഔട്ടർ കോർ, അതിന് താഴെ ഇന്നർ കോർ. എന്താണ് ലിത്തോസ്ഫിയർ? നമുക്കറിയാം ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഏറ്റവും മുകളിലുള്ള ഭാഗം കെമിക്കൽ ലെയർ നമ്മൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞു. ഇത് ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലിന്റെ ഉപരിഭാഗവും കൂട്ടിച്ചേർത്ത് ഏകദേശം ഒരു 100 കിലോമീറ്റർ കനം വരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ക്രസ്റ്റും മാൻഡിലിന്റെ ഉപരിഭാഗവും കൂട്ടിച്ചേർത്തിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ കനം വരുന്ന ഭാഗത്തെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. നമുക്കറിയാം ഭൂമിയിലെ ഉപരിതലത്തെ കുറെ പ്ലേറ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ പ്ലേറ്റുകളെ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്. അവയെ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വൻകര വിസ്ഥാപന സിദ്ധാന്തം, ഫലക ചലന സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിലെ ഫലക ചലന സിദ്ധാന്തത്തിലെ ഈ ഫലകങ്ങളാണ് ഈ ലിത്തോസ്ഫിയർ പ്ലേറ്റ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത അവസാന ചാപ്റ്ററിൽ കൂടുതൽ വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കും. രണ്ടാമത്തെ ഭാഗമാണ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിനെ തൊട്ട് താഴെയുള്ള ഭാഗമാണ്. ലിത്തോസ്ഫിയറിനെക്കാട്ടിലും കുറച്ചും കൂടി വീക്കായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയാം. ഡക്റ്റൈലാണ് ആ ഭാഗം. ഡക്റ്റൈൽ സ്വഭാവമുള്ളതാണ്. ലെയർ ഓഫ് ദ മാൻഡിലാണ്. കുറേ പ്ലാസ്റ്റിക് സ്വഭാവമുള്ള മേഖലയാണ്. ദെൻ റിജിഡ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ റിജിഡാണ്, ഉറപ്പുള്ളതാണെന്ന് പറയാം. ഇത് കുറച്ചും കൂടി പ്ലാസ്റ്റിക് ഉള്ളതാണ്. ടെമ്പറേച്ചർ ക്ലോസ് ടു മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ റോക്ക്. അതിൻ്റെ കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ അവിടുത്തെ റോക്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ഉരുകാൻ ആവശ്യമായതിൻ്റെ ഏകദേശം അടുത്തെത്തും. അതുകൊണ്ടാണ് അത് ആ പ്ലാസ്റ്റിക് സ്വഭാവമായിരിക്കുന്നത് ആ പദാർത്ഥത്തിന്. ക്രസ്റ്റിലുള്ള പദാർത്ഥം തന്നെയാണ്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം കൊണ്ട് അതിൻ്റെ രൂപത്തിൽ, അതിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. പ്രൈമറി സോഴ്സ് ഓഫ് മേഗ്മയുടെ പ്രധാന സോഴ്സാണ് അസ്തനോസ്ഫിയർ. വിവിധ തരത്തിലുള്ള ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് മേഗ്മയിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ മേഗ്മ ഉണ്ടാകുന്ന സ്ഥലമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയാം. ടെക്ടോണിക് പ്ലേറ്റുകളെ ചലിപ്പിക്കാൻ ആവശ്യമായ മേഗ്മ മുകളിലേക്ക് പൊന്തുമ്പോൾ ഉണ്ടാകുന്ന ഫലം, അത് സംഭാവന ചെയ്യുന്നത് അസ്തനോസ്ഫിയറിൽ നിന്നാണ്. അസ്തനോസ്ഫിയറിലാണ് മാൻഡിലിൻ്റെ കൺവെക്ഷൻ കറണ്ട് ഉണ്ടാകുന്നത്. മാൻഡിലിലെ മേഗ്മ
ഉരുകിയിട്ട് മുകളിലേക്ക് പോവുകയും അങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിൽ ലിത്തോസ്ഫിയർ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. അപ്പോൾ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, ഞാൻ ഈ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ലിത്തോസ്ഫിയർ, മറ്റൊന്ന് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയർ മുകളിലുള്ള ഭാഗം, അതിൻ്റെ താഴെയുള്ള ഭാഗം അസ്തനോസ്ഫിയർ. അടുത്തത് അപ്പർ മീസോസ്ഫിയർ. അപ്പർ മീസോസ്ഫിയർ കുറച്ചും കൂടി റിജിഡാണ്, നോട്ട് ബ്രിറ്റിൽ, എന്നാൽ ബ്രിട്ടിലല്ല, പൊട്ടുന്നതല്ല. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി വിത്ത് ഡെപ്ത്. ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കൂടുന്നു. ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി വിത്ത് ഡെപ്ത്, ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കൂടുന്ന മേഖലയാണ് മീസോസ്ഫിയർ. അടുത്തത് ലോവർ മീസോസ്ഫിയർ. അപ്പർ മീസോസ്ഫിയറിന് താഴെ കാണുന്ന ഭാഗമാണ് 660 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. കൂടി ഡെൻസറാണ്, കുറച്ചും കൂടി സാന്ദ്രത കൂടിയതാണ്. ആൻഡ് മോർ റിജിഡ് ദാൻ അപ്പർ മീസോസ്ഫിയർ. അപ്പർ മീസോസ്ഫിയറിനെക്കാട്ടിലും കുറച്ചും കൂടി റിജിഡ് ആണ്. അറ്റ് 660 കിലോമീറ്റർ അബ്രപ്റ്റ് ഇൻക്രീസ് ഡെൻസിറ്റി. ഒരു 660 കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി പെട്ടെന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ മേഖലയാണ്, അവിടുന്ന് മുതലുള്ള മേഖലയാണ് ലോവർ മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻസിറ്റി കൂടുതലുള്ള മേഖലയിലേക്ക് വരുന്ന ഭാഗമാണ് ഈ ലോവർ മീസോസ്ഫിയർ എന്ന് പറയുന്നത്. 660 കിലോമീറ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഭാഗമാണ് ലോവർ മീസോസ്ഫിയർ. ഏകദേശം 2300 കിലോമീറ്ററോളം തിക്നെസ് ഉണ്ട് അത്. അപ്പർ മീസോസ്ഫിയർ ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ ആണ് തിക്നെസ്. അസ്തനോസ്ഫിയർ ഏകദേശം 100 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് തിക്നെസ്. എന്നാൽ ലിത്തോസ്ഫിയർ ഏകദേശം 5 മുതൽ 200 കിലോമീറ്റർ വരെയാണ് തിക്നെസ് മാക്സിമം ഉണ്ടാവുക. അടുത്തത് ഔട്ടർ കോറാണ്. ഔട്ടർ കോറ് ലിത്തോസ്ഫിയറിന് താഴെ അസ്തനോസ്ഫിയർ, അസ്തനോസ്ഫിയറിന് താഴെ അപ്പർ മീസോസ്ഫിയർ, അതിന് താഴെ ലോവർ മീസോസ്ഫിയർ, അതിന് താഴെ കാണുന്ന ഭാഗമാണ് ഔട്ടർ കോർ. ഇത് ലിക്വിഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ സീസ്മിക് വേവ്സ്, ബോഡി വേവ്സ്, സീസ്മിക് വേവ്സ് എന്ന് പറയുന്ന ബോഡി വേവ്സ് ഭൂമിയുടെ ഉള്ളറയിലേക്ക് സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഈ എസ് വേവ്സ് ഔട്ടർ കോറിലൂടെ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനം എസ് വേവ്സിന് ദ്രാവകത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവില്ല. എസ് വേവ്സ് വിൽ നോട്ട് പാസ് ത്രൂ ഇറ്റ്. എസ് വേവ്സ് ഔട്ടർ കോറിൽ കാണപ്പെടുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഔട്ടർ കോറിലൂടെ ദ്രാവകാവസ്ഥയിലാകാനുള്ള സാധ്യതയാണ് ശാസ്ത്രജ്ഞന്മാർ എടുത്തു പറയുന്നത്. അപ്പോൾ ഔട്ടർ കോർ ഈസ് ലിക്വിഡ് എന്ന് പറയാം. എസ് വേവ്സ് വിൽ നോട്ട് പാസ് ത്രൂ ഇറ്റ്. അത് ഏകദേശം 2300 കിലോമീറ്റർ തിക്നെസ് ഉള്ളതാണ്. അടുത്തത് ഇന്നർ കോർ. ഇന്നർ കോർ ഏകദേശം 1200 കിലോമീറ്റർ തിക്നെസ് വരുന്നതാണ്. അത് റിജിഡാണ് ബട്ട് നോട്ട് ബ്രിട്ടിൽ. പക്ഷെ എന്തല്ല, ബ്രിട്ടിലല്ല. ഇന്നർ കോർ ഈസ് സോളിഡ്. എന്നാൽ ഇന്നർ കോർ എന്താണ്, സോളിഡാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പ്യുവർലി ഓൺ കെമിസ്ട്രി. ആദ്യ ഭാഗം ക്രസ്റ്റ്, രണ്ടാമത്തെ ഭാഗം മാൻറ്റിൽ, മൂന്നാമത്തെ ഭാഗം കോർ. എന്നാൽ ഫിസിക്കൽ ബിഹേവിയറിൽ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, അപ്പർ മീസോസ്ഫിയർ, ലോവർ മീസോസ്ഫിയർ, ഔട്ടർ കോർ, ഇന്നർ കോർ. ലിത്തോസ്ഫിയർ റിജിഡാണ്, ബ്രിട്ടിലാണ്. 5 മുതൽ 200 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ടായിരിക്കും. അസ്തനോസ്ഫിയർ ഡക്റ്റൈലാണ്, 100 മുതൽ 300 കിലോമീറ്റർ വരെ തിക്നെസ് ആണ് അതിന്. അപ്പർ മീസോസ്ഫിയർ റിജിഡ് നോട്ട് ബ്രിട്ടിൽ. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി വിത്ത് ഡെപ്ത്. റിജിഡാണ്, ബ്രിട്ടിലല്ല. വളരെ പെട്ടെന്ന് തന്നെ ഡെൻസിറ്റി ഇൻക്രീസ് ഡെപ്തിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. 300 മുതൽ 400 കിലോമീറ്റർ വരെ തിക്നെസ് ഉള്ള ഭാഗമാണിത്. ലോവർ മീസോസ്ഫിയർ ഡെൻസറാണ്, മോർ റിജിഡ് ദാൻ അപ്പർ മീസോസ്ഫിയർ. അപ്പർ മീസോസ്ഫിയറിനെക്കാട്ടിലും റിജിഡാണ്.
2300 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. ഔട്ടർ കോർ ലിക്വിഡ് ആണെന്ന് വിശ്വസിക്കുന്നു. 2300 കിലോമീറ്ററോളം തിക്നെസ് ഉണ്ട്. ഇന്നർ കോർ റിജിഡ് ആണ്, ബട്ട് നോട്ട് ബ്രിട്ടിൽ. പക്ഷെ എന്തല്ല, ബ്രിട്ടിലല്ല. 1200 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. ഇതാണ് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.